ഹായ് ഓൾ. യൂണിവേഴ്സിറ്റി LGSന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻസ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. മനുഷ്യ ശരീരം പൊതു അറിവ്. ആകെ അസ്ഥികൾ, മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206 ആണ്. ജനിക്കുന്ന സമയത്തെ അസ്ഥികൾ 300. ആകെ പേശികൾ 639. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206, ജനിക്കുന്ന സമയത്തെ അസ്ഥികൾ 300, ആകെ പേശികൾ 639. ക്രോമസോമുകൾ 46 എണ്ണമാണ്. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 46. നാഡികൾ 43 ജോഡി, 12 ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡിയും ചേർന്നതാണ് 43 ജോഡി നാഡി. കൊളസ്ട്രോൾ 200 mg. ഗർഭകാലം 270 മുതൽ 280 ദിവസം വരെയാണ് മനുഷ്യന്റെ ഗർഭകാലം. സ്ഥിരദന്തങ്ങൾ 32. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിന്റെ അളവാണ് 300 മില്ലിമീറ്റർ. ഒരാൾക്ക് ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിന്റെ അളവ് 300 മില്ലിമീറ്റർ. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206, ജനിക്കുന്ന സമയത്തെ അസ്ഥികൾ 300, ആകെ പേശികൾ 639. ക്രോമസോമുകളുടെ എണ്ണം 46, നാഡികൾ 43 ജോഡി, 12 ജോഡി ശിരോനാഡിയും 31 ജോഡി സുഷുമ്നാ നാഡിയും ചേർന്നതാണ് നാഡികൾ. കൊളസ്ട്രോൾ 200 mg അപ് ടു 200 mg. ഗർഭകാലം 270 മുതൽ 280 ദിവസം വരെയാണ്. സ്ഥിരദന്തങ്ങൾ 32. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിന്റെ അളവ് 300 മില്ലിമീറ്റർ. ചെറുകുടലിന്റെ നീളം 5 മുതൽ 6 മീറ്റർ വരെയാണ്. ചെറുകുടലിന്റെ നീളം 5 മുതൽ 6 മീറ്റർ വരെ. വൻകുടലിന്റെ നീളം 1.5 മീറ്റർ. തെറ്റിപ്പോവരുത്. മനുഷ്യ ശരീരത്തിലെ ചെറുകുടലിന്റെ നീളം 5 മുതൽ 6 മീറ്റർ വരെയും വൻകുടലിന്റെ നീളം 1.5 മീറ്ററുമാണ്. ഹൃദയസ്പന്ദന നിരക്ക് ഒരു മിനിറ്റിൽ 72 തവണ. മനുഷ്യ ശരീരത്തിലെ ഹൃദയസ്പന്ദന നിരക്ക് ഒരു മിനിറ്റിൽ 72 തവണയാണ്. ശ്വസന നിരക്ക് 16:20. ഗ്ലൂക്കോസിന്റെ അളവ് 70:110 mg. രക്തസമ്മർദ്ദം 120/80 mm of Hg. ഗ്ലൂക്കോസ് 70:110 mg. രക്തസമ്മർദ്ദം 120/80 mm of Hg. രോഗങ്ങളും അവയുടെ ടെസ്റ്റുകൾ. ക്യാൻസർ രോഗത്തിനുള്ള ടെസ്റ്റാണ് ബയോപ്സി. ക്യാൻസർ രോഗം നിർണ്ണയിക്കാനുള്ള ടെസ്റ്റ് ബയോപ്സി. സ്തനാർബുദം മാമോഗ്രഫി. ഗർഭാശയ ക്യാൻസർ പാപ്സ്മിയർ. മഞ്ഞപ്പിത്തം ബിലിറൂബിൻ. ക്ഷയം ഡോട്ട്, ഡൈൻ, മാൻഡോക്സ്, TST. കുഷ്ഠം ഹിസ്റ്റമിൻ, ലെപ്രമിൻ. ക്യാൻസർ രോഗത്തിനുള്ള ടെസ്റ്റുകളാണ് ബയോപ്സി, സ്തനാർബുദം മാമോഗ്രഫി, ഗർഭാശയ ക്യാൻസർ പാപ്സ്മിയർ, മഞ്ഞപ്പിത്തം ബിലിറൂബിൻ, ക്ഷയം ഡോട്ട്, ഡൈൻ, മാൻഡോക്സ്, TST. കുഷ്ഠം ഹിസ്റ്റമിൻ, ലെപ്രമിൻ. എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളാണ് നേവ, എലിസ, വെസ്റ്റേൺ ബ്ലോട്ട് എന്നിവ. എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ നേവ, എലിസ, വെസ്റ്റേൺ ബ്ലോട്ട്. ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ട ടെസ്റ്റാണ് ഷിക്ക് ടെസ്റ്റ്. ഡിഫ്തീരിയ ഷിക്ക് ടെസ്റ്റ്. വർണ്ണാന്തത ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്തത ഇഷിഹാര ടെസ്റ്റ്. ഡെങ്കിപ്പനി ടൂർണിക്കറ്റ് ടെസ്റ്റ്. ഡെങ്കിപ്പനി ടൂർണിക്കറ്റ് ടെസ്റ്റ്. മാലക്കണ്ണ് റോസ് ബംഗാൾ ടെസ്റ്റ്. മാലക്കണ്ണുമായി ബന്ധപ്പെട്ട ടെസ്റ്റാണ് റോസ് ബംഗാൾ ടെസ്റ്റ്. ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ്. എയ്ഡ്സ് നേവ, എലിസ, വെസ്റ്റേൺ ബ്ലോട്ട്. ഡിഫ്തീരിയ ഷിക്ക് ടെസ്റ്റ്. വർണ്ണാന്തത ഇഷിഹാര ടെസ്റ്റ്. ഡെങ്കിപ്പനി ടൂർണിക്കറ്റ് ടെസ്റ്റ്. മാലക്കണ്ണ് റോസ് ബംഗാൾ ടെസ്റ്റ്. ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ്. കാർഷിക വിപ്ലവങ്ങൾ. ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ധവള വിപ്ലവം പാൽ ഉൽപാദനം. നീല വിപ്ലവം മത്സ്യ ഉൽപാദനം. രജത വിപ്ലവം മുട്ട ഉൽപാദനം. മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉൽപാദനം. ബ്രൗൺ വിപ്ലവം രാസവളങ്ങളുടെയും തുകലിന്റെയും ഉൽപാദനം. ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ധവള വിപ്ലവം പാൽ ഉൽപാദനം. നീല വിപ്ലവം മത്സ്യ ഉൽപാദനം. രജത വിപ്ലവം മുട്ട ഉൽപാദനം. മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്രൗൺ വിപ്ലവം രാസവളങ്ങളുടെയും തുകലിന്റെയും ഉൽപാദനം.
ഗ്രേ വിപ്ലവം ഭവന നിർമ്മാണം, വളങ്ങൾ. പിങ്ക് വിപ്ലവം മരുന്നുകളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കറുത്ത വിപ്ലവം പെട്രോളിയം ഉൽപാദനം. സിൽവർ ഫൈബർ വിപ്ലവം പരുത്തി ഉൽപാദനം. ചുവപ്പ് വിപ്ലവം മാംസം, തക്കാളി ഉൽപാദനം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വർണ്ണ വിപ്ലവം പഴം, പച്ചക്കറി ഉൽപാദനം. മഴവിൽ വിപ്ലവം കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപാദനം. ഓർത്തു വയ്ക്കണം, എപ്പോഴും പേസ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണിത്. ഗ്രേ വിപ്ലവം ഭവന നിർമ്മാണം, വളങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിങ്ക് വിപ്ലവം മരുന്ന് ഉൽപാദനം. കറുത്ത വിപ്ലവം പെട്രോളിയം ഉൽപാദനം. സിൽവർ ഫൈബർ വിപ്ലവം പരുത്തി ഉൽപാദനം. ചുവപ്പ് വിപ്ലവം മാംസം, തക്കാളി എന്നിവയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വർണ്ണ വിപ്ലവം പഴം, പച്ചക്കറി ഉൽപാദനം. മഴവിൽ വിപ്ലവം കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കോൺവെക്സ് ലെൻസ് പ്രതിബിംബം യഥാർത്ഥവും തല കീഴായതുമാണ് കോൺവെക്സ് ലെൻസുകൾ. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ലെൻസാണ്. ചെറിയ അക്ഷരങ്ങളുടെയും വസ്തുക്കളെയും വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസ് ആയി ഉപയോഗിക്കുന്നു. TV, ക്യാമറ, പ്രൊജക്ടർ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നതും കോൺവെക്സ് ലെൻസുകളാണ്. പ്രതിബിംബം യഥാർത്ഥവും തല കീഴായതും ലഭിക്കുന്നത് കോൺവെക്സ് ലെൻസിലാണ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ലെൻസാണ്. ചെറിയ അക്ഷരങ്ങളുടെയും വസ്തുക്കളെയും വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസ് ആയി ഉപയോഗിക്കുന്നു. TV, ക്യാമറ, പ്രൊജക്ടർ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നു. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നിവയിൽ കോൺവെക്സ് ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്. വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ്. മധ്യത്തിൽ കനം കുറഞ്ഞ വക്കുകൾ കനം കൂടിയിരിക്കുന്ന ലെൻസുകളാണ് കോൺകേവ് ലെൻസുകൾ. മധ്യത്തിൽ കനം കുറഞ്ഞ് വക്കുകൾ കനം കൂടിയിരിക്കുന്ന ലെൻസുകളെ വിളിക്കുന്ന പേരാണ് കോൺകേവ് ലെൻസുകൾ. പ്രതിബിംബം മിഥ്യയും നിവർന്നതുമാണ് കോൺകേവ് ലെൻസിൽ ലഭ്യമാകുന്നത്. ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസുകളാണ്. മധ്യത്തിൽ കനം കുറഞ്ഞു വക്കുകൾ കനം കൂടിയിരിക്കുന്ന ലെൻസുകളെയാണ് കോൺകേവ് ലെൻസുകൾ എന്ന് വിളിക്കുന്നത്. പ്രതിബിംബം മിഥ്യയും നിവർന്നതുമാണ്. ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസുകളാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശം അറിയപ്പെടുന്നത് ബഹിരാകാശം എന്നാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറത്തുള്ള വിശാലമായ ശൂന്യപ്രദേശമാണ് ബഹിരാകാശം. ഭൂമിയോടൊപ്പം കാണുന്ന അന്തരീക്ഷവും ഭൂമിയുടെ ഭാഗം തന്നെയാണ്. മുകളിലേക്ക് ചെല്ലുന്തോറും വായുമണ്ഡലം നേർത്തു വരുന്നു. ലോകത്തിലെ ആദ്യ കൃത്രിമോപഗ്രഹമാണ് സ്പുട്നിക് 1. വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയനാണ്. ഭൂമിയോടൊപ്പം കാണുന്ന അന്തരീക്ഷവും ഭൂമിയുടെ ഭാഗം തന്നെയാണ്. മുകളിലേക്ക് ചെല്ലുന്തോറും വായുമണ്ഡലം നേർത്തു വരുന്നു. ലോകത്തിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് സ്പുട്നിക് 1. വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് 1 വിക്ഷേപിച്ച വർഷമാണ് 1957 ഒക്ടോബർ 4. 1957 ഒക്ടോബർ 4-ലാണ് സ്പുട്നിക് 1 വിക്ഷേപിക്കുന്നത്. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവിയാണ് ലൈക്ക എന്ന നായ. സോവിയറ്റ് യൂണിയൻ 1957-ലാണ് ലൈക്ക എന്ന നായ ആദ്യമായി ബഹിരാകാശത്തേക്ക് എത്തുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി 1957 ഒക്ടോബർ 10-നാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി 1957 ഒക്ടോബർ 10. അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായി ആഘോഷിക്കുന്നത് ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായി ആഘോഷിക്കുന്നത് ഒക്ടോബർ 4 മുതൽ 10 വരെ. അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം നടന്ന വർഷം 1958-ലാണ്. അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം നടന്ന വർഷം 1958. ആദ്യ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ. 1961 ഏപ്രിൽ 2-നാണ് യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് എത്തുന്നത്. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവിയാണ് ലൈക്ക എന്ന നായ. 1957 സോവിയറ്റ് യൂണിയനാണ് ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി 1957 ഒക്ടോബർ 10. അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായി ആഘോഷിക്കുന്നത് ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്.
അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം നടന്ന വർഷമാണ് 1958. ആദ്യ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ. 1961 ഏപ്രിൽ 12-നാണ് യൂറി ഗഗാറിൻ ആദ്യമായി ബഹിരാകാശത്തേക്ക് എത്തുന്നത്. യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ച പേടകമാണ് വോസ്റ്റോക്ക് 1. സോവിയറ്റ് യൂണിയന്റെ വോസ്റ്റോക്ക് 1 ആണ് യൂറി ഗഗാറിനെ ബഹിരാകാശത്തേക്ക് എത്തിച്ചത്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് 1969 ജൂലൈ 21-നാണ്. 1969 ജൂലൈ 21-നാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ചാന്ദ്രദിനം ജൂലൈ 21 ആഘോഷിക്കുന്നത്. ചാന്ദ്രദിനം ജൂലൈ 21. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽട്രിൻ എന്നിവരാണ്. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽട്രിൻ എന്നിവരാണ്. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച നാസയുടെ വാഹനമാണ് അപ്പോളോ 11. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച നാസയുടെ വാഹനമാണ് അപ്പോളോ 11. ആദ്യ ചന്ദ്രൻ യാത്രയിൽ അപ്പോളോ 11 എന്ന വാഹനം നിയന്ത്രിച്ചിരുന്നത് മൈക്കിൾ കോളിൻസൺ ആണ്. ആദ്യ ചന്ദ്രൻ യാത്രയിൽ അപ്പോളോ 11 എന്ന വാഹനം നിയന്ത്രിച്ചിരുന്നത് മൈക്കിൾ കോളിൻസ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ്. ബഹിരാകാശത്ത് യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. 1984 രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ യാത്ര. ബഹിരാകാശത്ത് യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് കൽപ്പന ചൗള. വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ് ഇൻസാറ്റ്. വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹം ഇൻസാറ്റ്. ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് IRS ഉപഗ്രഹങ്ങൾ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. ബഹിരാകാശത്ത് യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. 1984 രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ യാത്ര. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് കൽപ്പന ചൗള. വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ് ഇൻസാറ്റ്. ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് IRS ഉപഗ്രഹങ്ങൾ. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-നാണ്. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. കോൺകേവ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങളാണ് സോളാർ കുക്കർ, ഷേവിംഗ് മിറർ, ഡോക്ടർമാരുടെ ഹെഡ് മിറർ, സിനിമ പ്രൊജക്ടറുകൾ, സെർച്ച് ലൈറ്റ് എന്നിവയായി ഉപയോഗിക്കുന്നു. കോൺകേവ് ദർപ്പണങ്ങളാണ് സോളാർ കുക്കറിലും ഷേവിംഗ് മിററിലും ഡോക്ടർമാരുടെ ഹെഡ് മിററായും സിനിമ പ്രൊജക്ടറുകൾ, സെർച്ച് ലൈറ്റുകൾ എന്നിവയിലും ഉപയോഗിക്കുന്നു. കോൺകേവ് ദർപ്പണങ്ങളാണ് ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്നത്. കോൺവെക്സ് ദർപ്പണങ്ങളുടെ ഉപയോഗം തെരുവ് വിളക്കുകളിലെ റിഫ്ലക്ടറുകളായി ഉപയോഗിക്കുന്നു. വാഹനങ്ങളുടെ റിയർവ്യൂ മിററായി ഉപയോഗിക്കുന്നു. കോൺവെക്സ് ദർപ്പണങ്ങൾ ഉപയോഗിക്കുന്നത് തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറുകളായും വാഹനങ്ങളുടെ റിയർവ്യൂ മിററായും ഉപയോഗിക്കുന്നു. കൃത്രിമ സസ്യ ഹോർമോണുകൾ. സസ്യങ്ങളിലെ സ്വാഭാവിക ഹോർമോണുകളുടെ രാസഘടന തിരിച്ചറിഞ്ഞ് കൃത്യമായി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവയുടെ ഉപയോഗം കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വളരെയധികം സഹായകമായി. ഇത്തരത്തിലുള്ള ചില കൃത്രിമ സസ്യ ഹോർമോണുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സസ്യങ്ങളുടെ സ്വാഭാവിക ഹോർമോണുകളുടെ രാസഘടന തിരിച്ചറിഞ്ഞ് കൃത്രിമമായി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവയുടെ ഉപയോഗം കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വളരെയധികം സഹായകമായി. അത്തരത്തിലുള്ള ഒരു സസ്യ ഹോർമോണാണ് ഓക്സിനുകൾ. ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയൽ, വേരുമുളപ്പിക്കൽ, കളകളെ നശിപ്പിക്കൽ എന്നീ ആവശ്യങ്ങൾക്കായി കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്നു. ഓക്സിനുകളാണ് ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയൽ, വേരുമുളപ്പിക്കൽ, കളകളെ നശിപ്പിക്കൽ എന്നീ ആവശ്യങ്ങൾക്കായി കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്നത്. ജിബർലിനുകൾ മുന്തിരി, ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിനും മാർക്കറ്റിംഗ് സൗകര്യത്തിനായി ഫലങ്ങൾ പഴുക്കുന്നത് തടയുന്നതിനുമായി ഉപയോഗിക്കുന്നതാണ് ജിബർലിനുകൾ. ഓർത്തുവെക്കണം, മുന്തിരി, ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിക്കുന്നതിനും മാർക്കറ്റിംഗ് സൗകര്യത്തിനായി ഫലങ്ങൾ പഴുക്കുന്നത് തടയുന്നതിനും ഉപയോഗിക്കുന്നതാണ് ജിബർലിനുകൾ. എഥിലീൻ. പൈനാപ്പിൾ ചെടികൾ ഒരേ സമയം പുഷ്പിക്കാനും തക്കാളി, ചെറുനാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ പഴങ്ങൾ പഴുപ്പിക്കാനും ഉപയോഗിക്കുന്നു.
എഥിഫോൺ എന്ന പേരിൽ ദ്രാവക രൂപത്തിൽ ലഭിക്കുന്ന പദാർത്ഥം റബ്ബർ മരങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എഥിലീനായി മാറി റബ്ബറിൽ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. സസ്യ ഹോർമോണുകളിൽ വ്യത്യസ്ത തരത്തിലുള്ള ഉപയോഗങ്ങളുള്ളതാണ് എഥിലീൻ. പൈനാപ്പിൾ ചെടികൾ ഒരേ സമയം പുഷ്പിക്കാനും തക്കാളി, ചെറുനാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ പഴങ്ങൾ പഴുപ്പിക്കാനും ഉപയോഗിക്കുന്നു. എഥിഫോൺ എന്ന പേരിൽ ദ്രാവക രൂപത്തിൽ ലഭിക്കുന്ന പദാർത്ഥം റബ്ബർ മരങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എഥിലീനായി മാറി റബ്ബറിന്റെ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. അബ്സസിക് ആസിഡ്. പഴവർഗ സസ്യങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്നത് അബ്സസിക് ആസിഡ് ആണ്. പഴവർഗ സസ്യങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്നത് അബ്സസിക് ആസിഡ്. ഇലക്ട്രോണിന്റെ ചാർജ് -1.6022 × 10⁻⁻19 കൂളോംസ് കണ്ടെത്തിയത് മില്ലിഗൻ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് -1.6022 × 10⁻⁻19 കൂളോമാണ്. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിഗൻ. എണ്ണത്തുള്ളി പരീക്ഷണം വഴിയാണ് ഇത് കണ്ടെത്തിയത്. ഇലക്ട്രോണിന്റെ ചാർജ് അഥവാ മാസ് അനുപാതം 1.7588 × 10⁻11 കൂളോം കിലോഗ്രാം. ഇത് നിർണയിച്ചത് ജെ തോംസൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് അഥവാ മാസ് അനുപാതം നിർണയിച്ചത് ജെ തോംസൺ. മൗലിക കണങ്ങളിൽ ഏറ്റവും കുറഞ്ഞ മാസ് അല്ലെങ്കിൽ പിണ്ഡം ഇലക്ട്രോണിനാണ്. മൗലിക കണങ്ങളിൽ ഏറ്റവും കുറഞ്ഞ പിണ്ഡം ഇലക്ട്രോണിനാണ്. ഇലക്ട്രോണിന്റെ മാസ് 9.1 × 10⁻⁻31 കിലോഗ്രാം. ഓർത്തുവെക്കണം, ഇലക്ട്രോണിന്റെ മാസ് 9.1 × 10⁻⁻31 കിലോഗ്രാമും ഇലക്ട്രോണിന്റെ ചാർജ് -1.6022 × 10⁻⁻19 കൂളോം. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ നമ്മുടെ കൈ കല്ലിൽ പ്രയോഗിക്കുന്ന ബലമാണ് അഭികേന്ദ്ര ബലം അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ നമ്മുടെ കൈ കല്ലിൽ പ്രയോഗിക്കുന്ന ബലമാണ് അഭികേന്ദ്ര ബലം അഥവാ സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ല് കൈയിൽ പ്രയോഗിക്കുന്ന ബലം അപകേന്ദ്ര ബലം. ഓർത്തുവെക്കണം, ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലമാണ് അപകേന്ദ്ര ബലം, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അഭികേന്ദ്ര ബലം പ്രവർത്തിക്കുന്നത് പരിക്രമണം ചെയ്യുന്ന വസ്തുവിലും അപകേന്ദ്ര ബലം പ്രവർത്തിക്കുന്നത് അഭികേന്ദ്ര ബലത്തിന് കാരണമായ വസ്തുവിലുമാണ്. മാറിപ്പോവരുത്. അഭികേന്ദ്ര ബലം പ്രവർത്തിക്കുന്നത് പരിക്രമണം ചെയ്യുന്ന വസ്തുവിനെ ആധാരമാക്കിയാണ്. എന്നാൽ അപകേന്ദ്ര ബലം പ്രവർത്തിക്കുന്നത് അഭികേന്ദ്ര ബലത്തിന് കാരണമായ വസ്തുവിലുമാണ്. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പ്രയോഗിക്കുന്ന ബലമാണ് അഭികേന്ദ്ര ബലം. എന്നാൽ കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലമാണ് അപകേന്ദ്ര ബലം. റെഡ്ബർഗ് മാറ്റർ. ഉത്തേജിക്കപ്പെട്ട ആറ്റങ്ങൾ കൂടിച്ചേർന്ന് നിർമ്മിക്കപ്പെട്ട ദ്രവ്യമാണ് റെഡ്ബർഗ് മാറ്റർ. ഓർത്തുവയ്ക്കണം, റെഡ്ബർഗ് മാറ്റർ എന്നാൽ ഉത്തേജിക്കപ്പെട്ട ആറ്റങ്ങൾ കൂടിച്ചേർന്ന് നിർമ്മിക്കപ്പെട്ട ദ്രവ്യമാണ് റെഡ്ബർഗ് മാറ്റർ. നിശ്ചിത താപനിലയിൽ ഈ ആറ്റങ്ങൾ അയോണുകളായും ഇലക്ട്രോണുകളായും വിഭജിക്കപ്പെടുന്നു. നിശ്ചിത താപനിലയിൽ ഈ ആറ്റങ്ങൾ അയോണുകളായും ഇലക്ട്രോണുകളായും വിഭജിക്കപ്പെടുന്നു. ജാൻ ടെല്ലർ മെറ്റർ എന്നാൽ 1937 ടെല്ലർ മെറ്റലിനെ കുറിച്ച് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞനാണ് ആർതർ ജാനും എഡ്വേർഡ് ടെല്ലറും. കേവല പൂജ്യത്തിനടുത്ത് താപനിലയിൽ റുബീഡിയം ആറ്റങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണത്തിലാണ് ജാൻ ടെല്ലർ മെറ്റലിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. പദാർത്ഥത്തിന്റെ അവസ്ഥകളാണ് ജാൻ ടെല്ലർ മെറ്റർ. 1937 ടെല്ലർ മെറ്റലിനെ കുറിച്ച് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞനാണ് ആർതർ ജാനും എഡ്വേർഡ് ടെല്ലറും. കേവല പൂജ്യത്തിനടുത്ത് താപനിലയിൽ റുബീഡിയം ആറ്റങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണത്തിലാണ് ജാൻ ടെല്ലർ മെറ്റലിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. കാർബൺ 60 ആറ്റങ്ങൾ ചേർന്ന് നിർമ്മിക്കുന്ന ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ എന്ന തന്മാത്രകളിലുള്ള ആറ്റങ്ങളുടെ സവിശേഷമായ രാസബന്ധത്തിൽ നിന്ന് രൂപപ്പെട്ട ദ്രവ്യരൂപമാണിത്. കാർബൺ ആറ്റങ്ങളും മാത്രമുള്ള ഫുള്ളറിൻ തന്മാത്രകളിലേക്ക് മറ്റുള്ള ആറ്റങ്ങൾ കടത്തി നിർമ്മിക്കുന്ന തന്മാത്രകളാണ് ഫുള്ളറൈഡുകൾ. ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുതരോധിതമായും പ്രവർത്തിക്കുന്ന ദ്രവ്യരൂപമാണിത്. ലോഹവും കാന്തവും വൈദ്യരോധനവും അതിചാലകതയും ഒത്തുചേർന്ന അവസ്ഥയാണ് ജാൻ ടെല്ലർ മെറ്റൽ. ഏറ്റവും ഉയർന്ന താപനിലയിലും അതിചാലകത പ്രകടിപ്പിക്കുന്നതാണ് ജാൻ ടെല്ലറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്വാണ്ടം സ്പിൻ ലിക്വിഡ്.
ഗ്രാഫീനുമായി സാദൃശ്യമുള്ള ദ്വിമാന ഘടനയുള്ള പദാർത്ഥത്തിൽ നിർമ്മിച്ച ദ്രവ്യരൂപമാണ് ക്വാണ്ടം സ്പിൻ ലിക്വിഡ്. ഈ ദ്രവ്യരൂപത്തിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുന്ന അവസ്ഥയാണ് മൈറാനോ ഫെർമിയോണുകൾ. ഓർത്തുവെക്കണം, ഗ്രാഫീനുമായി സാദൃശ്യമുള്ള ദ്വിമാന ഘടനയുള്ള പദാർത്ഥത്തിൽ നിർമ്മിച്ച ദ്രവ്യരൂപമാണ് ക്വാണ്ടം സ്പിൻ ലിക്വിഡ്.